ഒരു സീരിയൽ സെറ്റപ്പാണ് വലിയ എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നിയില്ല. എന്ന് വെച്ചാൽ സൂര്യ വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമയാണ് ചെയ്യുന്നത്. അപ്പോൾ സൂര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതല്ല. ഇത് നമ്മൾ മറ്റേ സൂര്യ ടി വിയിലെ സ്വയംവര പന്തൻ സീരിയലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സെറ്റപ്പാണ്. ഭയങ്കര സ്ലോ, ഭയങ്കര ലാഗ്. അതിൻ്റെ കൂടെ മമിത ബൈജുവിൻ്റെ ഉറപ്പിക്കലോടെ ഉറപ്പിക്കും. കൊള്ളാം. ഒരു ഫാമിലി എന്റർടൈനർ ആണ്. നമുക്ക് ഇതിനകത്ത് എന്താ പറയുക, ലോജിക്കിന്റെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. മറ്റേ ലക്കി ഭാസ്കർ പോലെയൊക്കെ തന്നെ ഒരു സിമ്പിൾ പടം, ഭയങ്കര സിമ്പിൾ പടം. നല്ല രസമുണ്ട് കാണാൻ. എന്താ നല്ല ഫ്രെയിംസ് ഒക്കെ നല്ല റിച്ച് ആണ്. നമുക്ക് ബോറടിക്കൂല. കാരണം എന്റെ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ചിരിയും ക്ലാപ്സും കയ്യടിയും ആൾക്കാരൊക്കെ ഇരുന്ന് ചില ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്. അത് നല്ല വൃത്തിയായിട്ട് കണക്ട് ആവുന്നുണ്ട്. സൂപ്പർ സിനിമയുടെ അന്യായ സിനിമ, ഒന്നും പറയാനില്ല. കാരണം ഇതിപ്പോ നമ്മൾ കരഞ്ഞുപോയി. ഒന്ന് രണ്ട് സീനിലൊക്കെ അല്ലേ അച്ഛന്റെ അമ്മയുടെയും വാല്യൂ എന്താണെന്നും അച്ഛനെ കുറിച്ചുള്ള ഒരു സീൻ അതിനകത്തുണ്ട്. ഇന്റർവ്യൂവിനെ തൊട്ട് പിന്നെ എന്റെ അമ്മോ കരഞ്ഞ് കണ്ണീന്ന് വെള്ളം വന്നു. സഞ്ജയ് രാമസ്വാമി എന്ന് പറഞ്ഞ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗജനി എന്ന സിനിമയിൽ നമ്മുടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ സൂര്യ അണ്ണ, ബിഗ് സല്യൂട്ട്. നമുക്ക് തിരുവോണ സമ്മാനം ഇപ്പോഴേ മുന്നേ ചിങ്ങം കൈനീട്ടത്തിലേക്ക് ഇതാ ഒരു കിടിലം കൈനീട്ടം, ഉഗ്രൻ കൈനീട്ടം. അമ്മാതിരി സിനിമ, അന്യായ സിനിമ. പടം നൈസ് പടം, കോമഡി അടിപൊളിയായിട്ടുണ്ട്. വേറെ കണ്ടോണ്ടിരിക്കാം, ചിരിച്ചോണ്ടിരിക്കാം. അടിപൊളിയായിട്ട് സീരിയൽ ലെവൽ സാധനമാണോ? അല്ലല്ല, അതൊന്നുമില്ല. നമ്മള് മമിത അടിപൊളിയായിട്ടുണ്ട്. സൂര്യ ഫാൻസിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? ഫാൻസ് അല്ല, ഇതൊരു കോമഡി, ഒരു ഫാമിലി പടമാണ്. അടിപൊളിയായിട്ടുണ്ട്. പക്ക ഡ്രാമയാണ്. ഇന്റർവെൽ വരെ പടം തകർത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്പെഷ്യലി സൂര്യ ആയാലും കൊള്ളാം, മമിത ബൈജു ആയാലും കൊള്ളാം. മമിത നമുക്ക് ഇനി ഒരു സൂപ്പർ സ്റ്റാർ എന്ന് വെച്ചാൽ നയൻതാര വന്നിട്ടുണ്ട്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരുപാട് നടിമാര് തമിഴിലും തെലുങ്കിലെല്ലാം പോയി ഇന്ത്യ മൊത്തം കിടക്കുകയാണ്. മമിത ബൈജു വരും എന്നുള്ള 100% ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ തമാശകൾ, നല്ല ഹിന്ദിങ് തമാശകളുണ്ട് പടങ്ങൾ. നമ്മൾ പിന്നെ ഹൃദയം ടച്ച് ചെയ്യുന്ന രീതിയിൽ അച്ഛൻ മക്കളെ എങ്ങനെ വളർത്തുന്നു, അങ്ങനെ ഒരു ഡ്രൈവർ എന്ന രീതിയിൽ ഡ്രൈവർ മക്കളെ വളർത്തി എങ്ങനെ മുകളിലോട്ട് വിടുന്നു, അതൊക്കെ എന്ന് വെച്ചാൽ നല്ല ഫീലിംഗ് ആയിട്ട്. ഞാനൊരു ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ മക്കളെ വളർത്തുന്നതിൻ്റെ ഒരു ഫീലിംഗ് നന്നായിട്ട് എടുത്തു.